ഡിയർ സ്റ്റുഡൻസ്, യൂണിറ്റ്സ് ഓഫ് മെഷർമെൻറ്റ്സ് എന്ന അധ്യായത്തിലെ 4ാമത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഏതാനും ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ ഡയമെൻഷൻ ഫോമിൽ എങ്ങനെ കണ്ടെത്താമെന്നും അതിൻ്റെ യൂണിറ്റ്സ് എന്താണെന്നും പരിശോധിക്കാം. നമ്മൾ ടേബിൾ ഫോമിലാണ് എഴുതുന്നത്. ഫിസിക്കൽ ക്വാണ്ടിറ്റി, ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് മറ്റു ക്വാണ്ടിറ്റീസുമായുള്ള ബന്ധം, ഡയമെൻഷൻ ഫോമുല, ദെൻ യൂണിറ്റ്സിൻ്റെ റെപ്രസെൻറ്റേഷൻ ആയിട്ടുള്ള സിമ്പൽ. ആദ്യമായി ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആയിട്ടുള്ള മാസ്, ലെങ്ത്, ടൈം നോക്കാം. മാസ്, ലെങ്ത്, ടൈമിൽ അത് മെഷർ ചെയ്യുമ്പോൾ മാസിൻ്റെ കേസിൽ മാസ് മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡയമെൻഷൻ ഫോമുലയിൽ m⁻⁴ മാത്രമേ ഉള്ളൂ. യൂണിറ്റ് കിലോഗ്രാം ആണ്, സിമ്പിൾ kg ആണ് നമുക്കറിയാം. ലെങ്ത്തിൻ്റെ കേസിൽ ലെങ്ത് മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ m⁻⁴, l⁻⁴, t⁻⁴ എന്ന് മാത്രമേ ഡയമെൻഷൻ ഫോമുല വരികയുള്ളൂ. കറസ്പോണ്ടിങ് യൂണിറ്റ് മീറ്റർ ആണ്, അതിൻ്റെ സിമ്പിൾ m ആണ്. ടൈമിൻ്റെ കേസിൽ ടൈം മാത്രമായതുകൊണ്ട് തന്നെ m⁻⁴, l⁻⁴, t⁻⁴ ആണ്. യൂണിറ്റ് സെക്കൻഡ് ആണ്, സിമ്പിൾ s ആണ്. ഇത് 3 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. അതിൻ്റെ ഡയമെൻഷൻ നമുക്ക് അറിയുന്ന കാര്യമാണ്. ദെൻ ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പോയിന്റുകൾക്കിടയ്ക്കുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള ദൂരമാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. അത് ലെങ്ത് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഡയമെൻഷൻ ഫോമുലയിലും ലെങ്ത് മാത്രമേ വരുന്നുള്ളൂ. m⁻⁴, l⁻⁴, t⁻⁴, യൂണിറ്റ് ഈസ് മീറ്റർ ആൻഡ് സിമ്പിൾ ഈസ് m. ഡിസ്റ്റൻസിലും ലെങ്ത് തന്നെയാണ് വരുന്നത്. ഇപ്പോൾ സെയിം ഡയമെൻഷൻ ഫോമുലയും അതേ യൂണിറ്റ് തന്നെയാണ്. ദെൻ ഏരിയ. ഏരിയയുടെ കേസിലാണ് നമ്മൾ ആദ്യമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് എഴുതുന്നത്, അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ എഴുതുന്നത്. ഏരിയ കാണുന്നതിന് വേണ്ടി നമുക്ക് ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്തുള്ള ഇക്വേഷൻ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഏരിയ ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. ഇപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും രണ്ടും അളക്കുന്നത് ദൂരം തന്നെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ലെങ്ത്തിൻ്റെ സ്ക്വയറാണ് അവിടെ വരിക. ലെങ്ത് ഇൻറ്റു ലെങ്ത് എന്നാണ് വരിക. സോ m⁻⁴, l⁻⁴, t⁻⁴ ഇൻറ്റു എഗെയിൻ ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ ഫോമിലായിട്ടുള്ള m⁻⁴, l⁻⁴, t⁻⁴ ഈക്വൽ ടു ഇവിടെ ചെയ്യേണ്ടത് മാസിൻ്റെ പവേഴ്സൊക്കെ ആഡ് ചെയ്യാം. 0 + 0 0 തന്നെയാണ്. ലെങ്ത്തിൻ്റെ പവേഴ്സ് ആയിട്ടുള്ള 1ഉം രണ്ടാമത്തെ ഫോമിലുള്ള 1ഉം ആഡ് ചെയ്യുമ്പോൾ 1 + 1 2. ടൈമിൻ്റെ ഡയമെൻഷൻസ് 0യും 0 ആണ്. 0 + 0 0. സോ ഫൈനലി വി ഗെറ്റ് m⁻⁴, l⁻⁴, t⁻⁴. സോ l⁻⁴ എന്ന് വരുന്നതുകൊണ്ട് തന്നെ മാസിൻ്റെ കേസിൽ കിലോഗ്രാം വരുന്നില്ല, ടൈമിൻ്റെ കേസിൽ സെക്കൻഡ് വരുന്നില്ല. അപ്പോൾ l⁻⁴ എന്ന് വരുന്നതുകൊണ്ട് തന്നെ മീറ്റർ സ്ക്വയർ ആണ് അതിൻ്റെ യൂണിറ്റ്, സിമ്പിളായിട്ടുള്ള m⁻². ദെൻ വോളിയം. വോളിയത്തിൽ നമുക്ക് ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്തിൻ്റെ ഹൈറ്റിനുള്ള ഇക്വേഷനാണ് ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ ലെങ്ത്ത് 3 പ്രാവശ്യം മെഷർ ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഡയമെൻഷൻ ഫോമിൽ എഴുതുമ്പോൾ 3 പ്രാവശ്യം ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ ഫോമിൽ എഴുതുന്നു. സോ മാസിൻ്റെ ഡയമെൻഷൻസ് 0 ആണ്, ലെങ്ത്തിൻ്റെ ഡയമെൻഷൻസ് 3 വരുന്നു, ടൈമിൻ്റെ ഡയമെൻഷൻ 0 ആണ്. m⁻⁴, l⁻⁴, t⁻⁴, യൂണിറ്റ് മീറ്റർ ക്യൂബ് ആണ്, സിമ്പിൾ m⁻³ ആണ്. നോ ഡെൻസിറ്റി. ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം ആണ്. മാസ് ഡിവൈഡഡ് ബൈ വോളിയം. വോളിയത്തിൻ്റെ ഡയമെൻഷൻ ഫോമിൽ നമുക്കറിയാം ലെങ്ത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മാസിൻ്റെ ടൈമിൻ്റെ ഡയമെൻഷൻസ് എഴുതുന്നില്ല. m⁻⁴, l⁻⁴, t⁻⁴ ഡിവൈഡഡ് ബൈ m⁻⁴, l⁻⁴, t⁻⁴ എന്ന് എഴുതുന്നതിന് പകരം l⁻⁴ എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. ലെങ്ത് മാത്രമേ ഉള്ളല്ലോ വോളിയത്തിൽ. സോ ഇവിടെ ഡിവിഷൻ ആയതുകൊണ്ട് തന്നെ മുകളിലുള്ള ഡയമെൻഷൻസ് മൈനസ് താഴെയുള്ള ഡയമെൻഷനാണ്. നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ ഡയമെൻഷൻസ് തമ്മിൽ ആഡ് ചെയ്യായിരുന്നു, കറസ്പോണ്ടിങ് ഡയമെൻഷൻസ് ആഡ് ചെയ്യായിരുന്നു. ഇവിടെ ഡിവിഷൻ ആയതുകൊണ്ട് തന്നെ ന്യൂമറേറ്ററിലുള്ള ഡയമെൻഷൻസ് മൈനസ് ഡിനോമിനേറ്ററിലുള്ള ഡയമെൻഷൻസ് നോക്കുകയാണെങ്കിൽ ന്യൂമറേറ്ററിൽ മാസിൻ്റെ ഡയമെൻഷൻ 1 ആണ്, ഡിനോമിനേറ്ററിൽ 0 ആണ്. 1 - 0 1 തന്നെയാണ്. ലെങ്ത്തിൻ്റെ കേസിൽ ന്യൂമറേറ്ററിൽ 0 ആണ്, ഡിനോമിനേറ്ററിൽ 3 ആണ്. 0 - 3 -3 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ടൈമിൻ്റെ ഡയമെൻഷൻസ് 0 ആണ്, ന്യൂമറേറ്ററിൽ, ഡിനോമിനേറ്ററിൽ 0 ആണ്. 0 - 0 0 തന്നെയാണ്. സോ ഡയമെൻഷൻ ഫോമിൽ എഴുതുമ്പോൾ m⁻⁴, l⁻⁻3, t⁻⁴ എന്നാണ് കിട്ടുക. യൂണിറ്റ് എഴുതുമ്പോൾ മാസ് റേസ്റ്റ് 1, m⁻⁴ വരുന്നതുകൊണ്ട് തന്നെ കിലോഗ്രാം ഇവിടെ ഉണ്ട്. l⁻⁻3 ആയതുകൊണ്ട് തന്നെ ഡിവിഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്നാണ് യൂണിറ്റ് വരിക. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അത് നമ്മൾ എഴുതുമ്പോൾ സിമ്പിൾ എഴുതുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ഡിവിഷൻ്റെ കേസിലൊക്കെ അത് ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോയിട്ട് മൈനസ് ആയിട്ട് എഴുതണം, റേസ്റ്റ് ടു മൈനസ് സൈൻ ആയിട്ട് എഴുതണം അല്ലേ. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഫോർമാറ്റിൽ എഴുതുമെന്ന് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ kg m⁻⁻3 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്നുള്ളത് നമ്മൾ സിമ്പിൾ എഴുതുമ്പോൾ അത് ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോയിട്ട് m⁻⁻3 എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ kg m⁻⁻3. ദെൻ സ്പീഡ്. സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് പറയുമ്പോൾ ലെങ്ത് ആണ്, ഡിവൈഡഡ് ബൈ ടൈമിൻ്റെ ഡയമെൻഷൻ ഫോമിൽ മാത്രമേ വരുന്നുള്ളൂ. സോ മാസിൻ്റെ കേസിൽ 0 - 0 0 തന്നെയാണ്. ലെങ്ത്തിൻ്റെ കേസിൽ 1 - 0 0 തന്നെയാണ്. ടൈമിൻ്റെ കേസിൽ 0 - 1 -1 വരുന്നു. സോ m⁻⁴, l⁻⁴, t⁻⁻1. ദെൻ ഇവിടെ മാസ് 0 ആയതുകൊണ്ട് കിലോഗ്രാം വരുന്നില്ല. ലെങ്ത്തിൽ 1 ഡയമെൻഷൻ ഉള്ളതുകൊണ്ട് തന്നെ മീറ്റർ വരുന്നു.
ടൈം വരുന്നത് -1 ആയതുകൊണ്ട് തന്നെ മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് യൂണിറ്റ് വരിക. അപ്പോൾ സിമ്പിൾ എഴുതുമ്പോൾ ms⁻⁻1 എഴുതണം. ദെൻ വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈമാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ലെങ്ത്തിൻ്റെ അതേ ഡയമെൻഷൻ ആയതുകൊണ്ട് തന്നെ സെയിം യൂണിറ്റാണ് നമുക്ക് കിട്ടുക. ഡയമെൻഷൻസും യൂണിറ്റും സെയിം തന്നെയാണ് കിട്ടുക. സ്പീഡിനും വെലോസിറ്റിക്കും ഒരേ ഡയമെൻഷനും ഒരേ യൂണിറ്റ് തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഡെഫിനിഷനിൽ മാറ്റമുണ്ട്. മറ്റൊരു പാഠത്തിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നെക്സ്റ്റ് വൺ ഇസ് മൊമെൻറ്റം. മാസ് ഇൻറ്റു വെലോസിറ്റിയാണ് മൊമെൻറ്റം. സോ m⁻⁻1 l⁻⁴ t⁻⁴ ഇൻറ്റു m⁻⁴ l⁻⁴ t⁻⁻1. വെലോസിറ്റി ഡയമെൻഷൻ ഫോർമുല തൊട്ട് മുകളിൽ കിട്ടിയതാണ്. m⁻⁴ l⁻⁴ t⁻⁻1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ കറസ്പോണ്ടിങ് ഡയമെൻഷൻസ് ആഡ് ചെയ്യണം. മാസിൻ്റെ കേസിൽ 1 ഉണ്ട്, നെക്സ്റ്റ് 0 ആണ്. 1 + 0 1 ആണ്. ലെങ്ത്തിന് 0 + 1 1 ആണ്. ടൈമിന് 0 + -1 -1 ആണ്. സോ മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷൻ ഫോർമുല m⁻⁴ l⁻⁴ t⁻⁻1 ആണ്. യൂണിറ്റ് പറയുമ്പോൾ നമ്മൾ മാസിൽ കിലോഗ്രാം ഉണ്ട്, ലെങ്ത്തിന് മീറ്റർ ഉണ്ട്, ഡിവൈഡർ ബൈ ആണ് ടൈം വരുന്നത്. അങ്ങനെ t⁻⁻1 ആണല്ലോ. സോ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. അത് സിമ്പിളായിട്ട് എഴുതുമ്പോൾ kg/m⁻⁻1. സിമ്പിൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, രണ്ട് വ്യത്യസ്തമായ യൂണിറ്റുകളായതുകൊണ്ട് തന്നെ അതിന് സിമ്പിൾ എഴുതുമ്പോൾ ചെറിയ സ്പേസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. kg കഴിഞ്ഞിട്ട് സ്പേസ് കഴിഞ്ഞിട്ടാണ് m എഴുതുന്നത്, m കഴിഞ്ഞിട്ട് സ്പേസ് കഴിഞ്ഞിട്ടാണ് s⁻⁻1 എഴുതുന്നത്. Then acceleration is given by change in velocity by time. ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്. സോ അവിടെ ക്വാണ്ടിറ്റി വെലോസിറ്റി തന്നെയാണ്. വെലോസിറ്റികളുടെ ചേഞ്ച് ആണല്ലോ. സോ ഡയമെൻഷൻ ഫോർമുല എടുക്കേണ്ടത് വെലോസിറ്റിയുടെ അതേ ഡയമെൻഷൻ ഫോർമുല തന്നെയാണ് എടുക്കേണ്ടത്. m⁻⁴ l⁻⁴ t⁻⁻1 ഡിവൈഡഡ് ബൈ ടൈം ആയതുകൊണ്ട് തന്നെ t⁻⁴ മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഡിവിഷൻ ആയതുകൊണ്ട് തന്നെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയമെൻഷൻസ് മൈനസ് ചെയ്യാണ് ചെയ്യേണ്ടത്. മാസിൻ്റെ കേസിൽ 0, ഡിനോമിനേറ്ററിൽ 0, സോ 0 - 0 0 തന്നെയാണ്. ലെങ്ത്തിൻ്റെ കേസിൽ 1 - 0 1. ടൈമിൻ്റെ കേസിൽ -1 -1 -2. സോ m⁻⁴ l⁻⁴ t⁻⁻2. അതിന് യൂണിറ്റ് എഴുതുമ്പോൾ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. സെക്കൻഡിൽ ടൈമിൽ സ്ക്വയർ വരുന്നതുകൊണ്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ് യൂണിറ്റ് വരിക. സിമ്പിൾ എഴുതുമ്പോൾ നമ്മൾ ms⁻⁻2 എന്നാണ് എഴുതുന്നത്. ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ്. ആക്സലറേഷൻ ഡയമെൻഷൻ ഫോർമുല കിട്ടിക്കഴിഞ്ഞു. m⁻⁴ l⁻⁴ t⁻⁻2 കിട്ടിയതാണ്. ജസ്റ്റ് മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ മാസിൻ്റെ കേസിൽ m⁻⁴ ആണ്, l⁻⁴ ആണ്, t⁻⁴ ആണ്. സോ 1 + 0 1 തന്നെയാണ് മാസിന്. ലെങ്ത്തിൻ്റെ കേസിൽ 0 + 1 1 തന്നെയാണ്. ടൈമിൻ്റെ കേസിൽ 0 + -2 -2 ആണ്. അതിൻ്റെ സിമ്പിൾ വരുന്നത് kg/m⁻⁻2 ആണ്. കാരണം യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. പക്ഷേ ഈ kg/m⁻⁻2 അല്ലെങ്കിൽ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്ന യൂണിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഫോഴ്സിൻ്റെ കേസിൽ പറയാറുള്ള ന്യൂട്ടൺ എന്ന് പറയുന്ന യൂണിറ്റാണ്. ന്യൂട്ടൺ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത് ന്യൂട്ടൺ എന്നുള്ള പേരാണ് എഴുതുന്നുണ്ടെങ്കിൽ സ്മോൾ ലെറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമുക്കറിയാം. സിമ്പിൾ ആയതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ N ആണ് കൊടുക്കുക. അപ്പോൾ ക്യാപിറ്റൽ N ആണ് ന്യൂട്ടൺ എന്നുള്ളതിൻ്റെ സിമ്പിൾ. ഫോഴ്സിൻ്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഡയമെൻഷനിലൂടെ കിട്ടിയെങ്കിൽ കൂടി നമ്മൾ യൂണിറ്റ് എഴുതുമ്പോൾ കോമൺ ആയിട്ട് പറയാറുള്ളത് ന്യൂട്ടൺ എന്നുള്ള യൂണിറ്റാണ്. ഇമ്പൾസ് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ടൈം ആണ്. ഫോഴ്സ് ഇൻറ്റു ടൈം ആയതുകൊണ്ട് തന്നെ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ ഫോർമുല ഇൻറ്റു ടൈമിൻ്റെ ഡയമെൻഷൻ ഫോർമുല. സോ മാസിൻ്റെ കേസിൽ 1 + 0 1 ആണ്. ലെങ്ത്തിൻ്റെ കേസിൽ 1 + 0 1 തന്നെയാണ്. ടൈമിന് മാത്രമേ രണ്ടാമത്തെ ടേമിൽ ഡയമെൻഷൻ ഉള്ളൂ. അതുകൊണ്ട് തന്നെ -2 + 1 -1. സോ ഇമ്പൾസിൻ്റെ ഡയമെൻഷൻ ഫോർമുല m⁻⁴ l⁻⁴ t⁻⁻1. യൂണിറ്റ് വരുന്നത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡിന് വേറെ നമുക്ക് എഴുതാമെങ്കിൽ ന്യൂട്ടൺ സെക്കൻഡ് എഴുതാം. കാരണം ഫോഴ്സ് ഇൻറ്റു ടൈം ആണല്ലോ. ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ എടുക്കുകയാണെങ്കിൽ ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ന്യൂട്ടൺ സെക്കൻഡ് എഴുതാം. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് ഡയമെൻഷനിലൂടെ കിട്ടിയെങ്കിൽ കൂടി നമ്മൾ സാധാരണ പറയാറുള്ളത് കോമൺ ആയിട്ട് പറയാറുള്ളതിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ സെക്കൻഡ് എന്നുള്ളതാണ്. ഇമ്പൾസിൻ്റെ കേസിൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇമ്പൾസിൻ്റെ ഡയമെൻഷൻ ഫോർമുലയും മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷൻ ഫോർമുലയും സെയിം ആണ് അല്ലേ. അപ്പോൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വ്യത്യസ്തമായ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് ഒരേ ഡയമെൻഷൻസ് വരികയാണെങ്കിൽ ഒരു ഡയമെൻഷൻ ഫോർമുല കിട്ടുകയാണെങ്കിൽ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ ഇക്വേറ്റ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റിയിൽ നിന്ന് മറ്റു ക്വാണ്ടിറ്റി കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. സോ നമുക്ക് ഇമ്പൾസ് ഈക്വൽ ടു മൊമെൻറ്റം എന്ന് എഴുതാം. ദാറ്റ് ഇസ് നോൺ ആസ് ഇമ്പൾസ് മൊമെൻറ്റം തിയറം. മറ്റൊരു യൂണിറ്റ് നമുക്ക് പഠിക്കാനുണ്ട്. സോ ഇമ്പൾസ് ഈക്വൽ ടു മൊമെൻറ്റം ആയതുകൊണ്ടാണ് രണ്ടിനും ഒരേ ഡയമെൻഷൻ ഫോർമുലയും യൂണിറ്റും വരുന്നത്. നോ വർക്ക് ഈസ് ഗിവൺ ബൈ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ ഫോർമുല m⁻⁴ l⁻⁴ t⁻⁻2 ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ലെങ്ത് തന്നെയാണ്, l⁻⁴ ആണ്. സോ കറസ്പോണ്ടിങ് ഡയമെൻഷൻസ് ആഡ് ചെയ്യുമ്പോൾ 1 + 0 മാസിൻ്റെ കേസിൽ 1 + 0 1 ആണ്. ലെങ്ത്തിൻ്റെ കേസിൽ 1 + 1 2 വരുന്നു. ടൈമിൻ്റെ കേസിൽ -2 + 0 -2 ആണ്. സോ m⁻⁴ l⁻⁴ t⁻⁻2 ആണ് വർക്കിൻ്റെ ഡയമെൻഷൻ ഫോർമുല. സോ ദ യൂണിറ്റ് ഈസ് കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്.
kg m/2 s/-2. പക്ഷേ കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നല്ല നമ്മൾ സാധാരണ പറയാറുള്ളത്. വർക്കിൻ്റെ കേസ് നമ്മൾ ജൂൾ എന്നാണ് പറയാറുള്ളത്. കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്ന യൂണിറ്റിനെ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് ജൂൾ എന്ന് പറയുന്ന യൂണിറ്റാണ് കൊടുക്കുക. അപ്പോൾ ജൂൾ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിൻ്റെ പേരിലായതുകൊണ്ട് തന്നെ അതിൻ്റെ സിമ്പിൾ ക്യാപിറ്റൽ J ആണ്. നോ വെയിറ്റ്. വെയിറ്റ് ഇസ് ഗിവൺ ബൈ മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. mg എന്നാണ് എഴുതാറുള്ളത്. അപ്പോൾ മാസ് ഇൻറ്റു m/1. ലെങ്ത്തിന് ടൈം എഴുതുന്നില്ല, m/1 മാത്രം, മാസ് മാത്രം. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ടുള്ള ആക്സലറേഷൻ ആണ്. അതുകൊണ്ട് തന്നെ അവിടെ ക്വാണ്ടിറ്റി ആക്സലറേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ആക്സലറേഷൻ്റെ ഡയമെൻഷൻ ഫോമിലാണ് എഴുതുന്നത് m/0 l/1 t⁻². സോ m/1 ഇൻറ്റു m/0 ഉള്ളത് 1 + 0 1. മാസിൻ്റെ കേസിൽ m/1. ലെങ്ത്തിൻ്റെ കേസിൽ 1 + 0 ആണ്. ടൈമിൻ്റെ കേസിൽ -2 + 0 ആണ്. സോ m/1 l/1 t⁻². യൂണിറ്റ് വരുന്നത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സിമ്പിൾ ഈസ് kg ms/-2. ഈ kg ms/-2 എന്ന് പറയുന്ന ആ ഒരു സിമ്പിൾ അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്ന യൂണിറ്റ് ഫോഴ്സിൻ്റെ അതേ യൂണിറ്റ് തന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ. സോ വെയിറ്റിന് വേണമെങ്കിൽ നമുക്ക് ന്യൂട്ടൺ എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റ് കൊടുക്കാവുന്നതാണ്. ഫോഴ്സിനും വെയിറ്റിനും ഒരേ ഡയമെൻഷൻ ഫോമിലാണ്, ഒരേ യൂണിറ്റാണ്. അപ്പോൾ ഫോഴ്സും വെയിറ്റും സെയിം ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നോ ഫോഴ്സ് കോൺസ്റ്റൻറ്റ്. ഫോഴ്സ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ എക്സ്റ്റൻഷൻ ആണ്. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ ഫോമുല m/1 l/1 t⁻² ആണ്. ഡിവൈഡഡ് ബൈ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ലെങ്ത്തിലുണ്ടാകുന്ന ചേഞ്ചാണ് എക്സ്റ്റൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലെങ്ത് ആണ് ആ ക്വാണ്ടിറ്റി m/0 l/1 t⁻². ഡിവിഷൻ ആയതുകൊണ്ട് തന്നെ ന്യൂമറേറ്ററിലുള്ള ഡയമെൻഷൻ മൈനസ് ഡിനോമിനേറ്റർ ഡയമെൻഷൻ. മാസിൻ്റെ കേസിൽ 1 - 0 1. ലെങ്ത്തിൻ്റെ കേസിൽ 1 - 1 0. ടൈമിൻ്റെ കേസിൽ -2 - 0 -2. സോ ഡയമെൻഷൻ ഫോമുല ഈസ് m/1 l/0 t⁻². കിലോഗ്രാം പെർ സെക്കൻഡ് സ്ക്വയർ kg s/-2. അത് ഫോഴ്സ് ബൈ എക്സ്റ്റൻഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഫോഴ്സ് വേറെ ന്യൂട്ടണെന്നും എക്സ്റ്റൻഷൻ വേറെ മീറ്റർ എന്ന് കൊടുക്കുകയാണെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് നമുക്ക് വേണമെങ്കിൽ യൂണിറ്റ് എഴുതാം. അതായത് nm⁻⁻1 എന്നുള്ള യൂണിറ്റ് സിമ്പിൾ കൊടുക്കാൻ സാധിക്കും. നെക്സ്റ്റ് വൺ ഈസ് കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാം ഹാഫ് ഇൻറ്റു മാസ് ഇൻറ്റു വെലോസിറ്റി സ്ക്വയർ. അതായത് ഹാഫ് mv² ആണല്ലോ. അപ്പോൾ ഹാഫ് എന്ന് പറയുന്നത് ഒരു നമ്പറാണ്. നമ്പർ ആയതുകൊണ്ട് തന്നെ അതിന് ഡയമെൻഷൻസ് ഇല്ല. m/0 l/0 t⁻² എന്ന് എഴുതാം. മാസിൻ്റെ ഡയമെൻഷൻ m/1 മാത്രമാണ്. വെലോസിറ്റി ഡയമെൻഷൻ m/0 l/1 t⁻⁻1 ആണ്. വെലോസിറ്റി സ്ക്വയർ ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ സ്ക്വയർ എഴുതണം. സോ മാസിൻ്റെ കേസിൽ ഡയമെൻഷൻസ് നോക്കുകയാണെങ്കിൽ ഓരോ ടേമിലും ആദ്യത്തെ ടേമിൽ 0 ആണ്, രണ്ടാമത്തെ ടേമിൽ 1 ആണ്, മൂന്നാമത്തെ ടേമിൽ 0 അതിൻ്റെ സ്ക്വയർ ഉണ്ട്. അപ്പോൾ 0യുടെ സ്ക്വയർ വരുന്നതുകൊണ്ട് തന്നെ 0 × 2 0 ആണ്. സോ മാസിൻ്റെ കേസിൽ 0 + 1 + 0. സോ m/1. ലെങ്ത്തിൻ്റെ കേസിൽ മൂന്നാമത്തെ ടേമിൽ l/1ൻ്റെ സ്ക്വയർ വരുന്നുണ്ട്. സോ 1 × 2 2 ആണ് വരുന്നത്. മൂന്നാമത്തെ ടേമിലും വെലോസിറ്റി ടേമിലൂടെ l² എന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലെങ്ത്തിൻ്റെ കേസിൽ ഡയമെൻഷൻസ് വരുന്നത് 0 + 0 + 2 ആണ്. സോ l/2. ടൈമിൻ്റെ കേസിലും 0 + 0 + -2 ആണ് വരിക. മൂന്നാമത്തെ ടേമിൽ -1 × 2 സ്ക്വയർ വരുന്നതുകൊണ്ട് തന്നെ -1 × 2 എന്നാണ് അവിടെ വരിക. സോ ടൈമിൻ്റെ ഡയമെൻഷൻസ് വരുന്നത് -2 ആണ്. സോ m/1 l/2 t⁻² ആണ് കൈനറ്റിക് എനർജിയുടെ ഡയമെൻഷൻ ഫോമുല. കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്നത് kg m/2 s/-2 എന്നാണ് എഴുതുക അതിൻ്റെ സിമ്പിളായിട്ട്. വർക്കിൻ്റെ അതേ യൂണിറ്റിനാണ് നമുക്ക് കിട്ടിയുള്ളത്. നമുക്കതിനെ ജൂൾ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ജൂൾ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിൻ്റെ പേരിലുള്ള യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ J ആണ് ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ. നോ പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജിയുടെ കേസിൽ mgh ആണ് ഇക്വേഷൻ. മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻറ്റു ഹൈറ്റ്. സോ മാസിൻ്റെ ഡയമെൻഷൻസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി m/0 l/1 t⁻² ഇൻറ്റു ഹൈറ്റ്. ഹൈറ്റ് ആകുമ്പോൾ ലെങ്ത്ത് മാത്രമാണ്. ഇവിടെ മാസിൻ്റെ ഡയമെൻഷൻസ് ആഡ് ചെയ്യുമ്പോൾ 1 + 0 + 0 ആണ്. സോ 1. ലെങ്ത്തിൻ്റെ ഡയമെൻഷൻസ് ആഡ് ചെയ്യുമ്പോൾ 0 + 1 + 1. സോ 2 l/2. ടൈമിൻ്റെ ഡയമെൻഷൻസ് ആഡ് ചെയ്യുമ്പോൾ 0 + -2 + 0. സോ -2 കിട്ടും. m/1 l/2 t⁻² ആണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഡയമെൻഷൻ ഫോമുല കിട്ടുന്നത്. സോ കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ. അതിന് സിമ്പിളായിട്ട് kg m/2 s/-2. കൈനറ്റിക് എനർജിയുടെ അതേ ഡയമെൻഷൻ ഫോമുല തന്നെയാണ്, കൈനറ്റിക് എനർജിയുടെ അതേ യൂണിറ്റ് തന്നെയാണ്. അപ്പോൾ സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ജൂൾ, വിച്ച് മീൻസ് കൈനറ്റിക് എനർജിക്കും പൊട്ടൻഷ്യൽ എനർജിക്കും ഒരേ യൂണിറ്റ് തന്നെയാണ്. മുമ്പ് നമ്മൾ SI സിസ്റ്റത്തിൻ്റെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി തന്നെ വ്യത്യസ്തമായ ഫോർമാറ്റുകളിൽ അപ്പിയർ ചെയ്യുകയാണെങ്കിൽ എല്ലാ ഫോർമാറ്റിലും അതിന് ഒരേ യൂണിറ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ എനർജിയുടെ വ്യത്യസ്തമായ ഫോർമാറ്റാണ് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും. അതുകൊണ്ട് തന്നെ കൈനറ്റിക് എനർജിക്കും പൊട്ടൻഷ്യൽ എനർജിക്കും ഒരേ യൂണിറ്റ് തന്നെയാണ്. സോ ഒരേ ഡയമെൻഷൻ ഫോമുല തന്നെയാണ്. അത് തന്നെയാണ് വർക്കിൻ്റെ ഡയമെൻഷൻ ഫോമുല എന്നുകൂടി ഓർത്ത് വയ്ക്കുക.
നോ പവർ. പവർ എന്ന് പറയുന്നത് വർക്ക് ബൈ ടൈം ആണ്. m⁻1 l⁻2 t⁻2 ഡിവൈഡഡ് ബൈ ടൈം t⁻1. ഡിവിഷൻ ആയതുകൊണ്ട് തന്നെ മാസിൻ്റെ കേസിൽ 1 - 0 1 ആണ്. ലെങ്ത്തിൻ്റെ കേസിൽ 2 - 0 2 ആണ്. ടൈം വരുമ്പോൾ -2 - 1 -3 ആണ് കിട്ടുന്നത്. സോ m⁻1 l⁻2 t⁻2 -3 ആണ് പവറിൻ്റെ ഡയമെൻഷൻ ഫോർമുല. കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ക്യൂബ്. പക്ഷേ കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ക്യൂബ് എന്ന് പറയുന്ന യൂണിറ്റിന് പകരം നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കാറുള്ളത് വാട്ട് എന്ന് പറയുന്ന യൂണിറ്റാണ്. WATT വാട്ട്. അപ്പോൾ അതിന് സയൻറ്റിസ്റ്റിൻ്റെ നെയിമിലായതുകൊണ്ട് തന്നെ അതിൻ്റെ സിമ്പിൾ ക്യാപിറ്റൽ W ആണ്. അപ്പോൾ ക്യാപിറ്റൽ W ഇസ് നോൺ ആസ് വാട്ട്. ശേഷത്തിൽ അതിൻ്റെ ഡയമെൻഷൻ ഫോർമുലയിൽ നിന്ന് കിട്ടുന്ന യൂണിറ്റ് കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ക്യൂബാണ്. നോ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്. യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആണ്. ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ കിട്ടുന്ന F=g m1 m2/r² എന്ന് കിട്ടുന്ന കോൺസ്റ്റൻ്റ് ആണ് G. ഇങ്ങനെ ഏതെങ്കിലും ഇക്വേഷനിലെ കോൺസ്റ്റൻ്റ് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ആ കോൺസ്റ്റൻ്റ് മാത്രമായിട്ട് LHSൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആ ഒരു കോൺസ്റ്റൻ്റ് മാത്രം വെച്ചുകൊണ്ട് തന്നെ ബാക്കി ടേംസ് മുഴുവൻ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരാം, RHSലേക്ക് കൊണ്ടുവരാം. സോ നമുക്ക് വേണ്ടത് ജിയുടെ ഡയമെൻഷൻ ഫോമിൽ ആയതുകൊണ്ട് തന്നെ G = എന്നാണ് എഴുതേണ്ടത്. G = F⁻² ഡിവൈഡഡ് ബൈ m1 m2. F എന്ന് പറയുന്നത് ഫോഴ്സ് ആണ്, m⁻1 l⁻1 t⁻2 ഇൻറ്റു R എന്ന് പറയുന്നത് രണ്ട് മാസ് തമ്മിലുള്ള m1 m2 രണ്ട് മാസമാണ്. ആ മാസം തമ്മിലുള്ള ദൂരമാണ് R എന്ന് പറയുന്നത്. അതുകൊണ്ട് ലെങ്ത് ആണ് l⁻1. അതിൻ്റെ സ്ക്വയർ ഉണ്ട്. അപ്പോൾ സ്ക്വയർ ആയതുകൊണ്ട് തന്നെ അവിടെ ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ ഫോർമുല സെക്കൻഡ് ടേമിൽ വരുന്നത് 1 × 2 2 ആണ്. ദെൻ ഡിവൈഡഡ് ബൈ മാസിൻ്റെ സ്ക്വയർ ആണ് m⁻1 ഇൻറ്റു m⁻1 മാസിൻ്റെ സ്ക്വയർ വരുന്നു. അതാണ് m² എന്ന് ചെയ്തത്. നോ ഡിവൈഡ് ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിൽ m⁻1 ഉണ്ട്, ഡിനോമിനേറ്ററിൽ m⁻2 ആണുള്ളത്. 1 - 2 -1 ആണ് വരുന്നത്. ലെങ്ത്തിൻ്റെ കേസിൽ ന്യൂമറേറ്ററിൽ 1ഉം പിന്നെ സെക്കൻഡ് ടേമിൽ 2 ആണുള്ളത്. l⁻1 സ്ക്വയർ ആയതുകൊണ്ട് തന്നെ സോ 3 വരുന്നു, l⁻3 വരുന്നു. ടൈമിലാകുമ്പോൾ t⁻2 -2 -0 സോ -2 ആണ്. സോ ഡയമെൻഷൻ ഫോർമുല ഈസ് m⁻1 l⁻3 t⁻2. നമുക്ക് യൂണിറ്റ് കിട്ടുക മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം സെക്കൻഡ് സ്ക്വയർ എന്നാണ് യൂണിറ്റ് കിട്ടുക. അതിൻ്റെ സിമ്പിൾ എഴുതുമ്പോൾ kg⁻1 m⁻3 s⁻2 എന്നാണ് എഴുതുക. പക്ഷേ കോമൺ ആയിട്ട് നമ്മൾ എഴുതാറുള്ളത് G = F⁻² ബൈ m1 m2 ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ എഫിന് വേറെ ന്യൂട്ടൺ കൊടുക്കാം, r² ആയത് ദൂരം ആയതുകൊണ്ട് മീറ്റർ സ്ക്വയർ എന്ന് കൊടുക്കാം, താഴത്തെ ഡിവൈഡഡ് ബൈ മാസിൻ്റെ സ്ക്വയർ ആയതുകൊണ്ട് കിലോഗ്രാം സ്ക്വയർ എന്ന് കൊടുക്കാം. സോ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ എന്നാണ് സാധാരണ കോമൺ ആയിട്ട് യൂണിറ്റ് എഴുതാറുള്ളത്. സിമ്പിൾ nm² kg⁻². ദെൻ കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി F = η(a). ആ സിമ്പിൾ ഈറ്റ എന്നുള്ള ലെറ്ററാണ്, ഗ്രീക്ക് ലെറ്ററാണ് η(a) dV/ds. ഇവിടെ ഈറ്റ എന്ന് പറയുന്ന ലെറ്ററാണ് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈറ്റ = എന്ന് എഴുതി. -സൈൻ ഉണ്ട് അവിടെ, അത് ഓപ്പോസിറ്റ് ഫോഴ്സ് ആയതുകൊണ്ടാണ് നെഗറ്റീവ് സൈൻ വരുന്നത്. ഡയമെൻഷൻ ഫോമിൽ എഴുതുമ്പോൾ നമുക്കത് വലിയ പ്രാധാന്യമില്ല. F × dx/a/dv. ഇപ്പോൾ dx എന്ന് പറയുന്നത് ചെറിയ ലെങ്ത് ആണ്, a എന്ന് പറയുന്നത് ഏരിയയാണ്, dv എന്ന് പറയുന്നത് ചെറിയ വെലോസിറ്റിയാണ് അല്ലെങ്കിൽ വെലോസിറ്റികളുടെ ചേഞ്ചാണ്. സോ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ ഫോർമുല m⁻1 l⁻1 t⁻2 ഇൻറ്റു dx ചേഞ്ച് ലെങ്ത് ആയതുകൊണ്ട് തന്നെ l ഡിവൈഡഡ് ബൈ ഏരിയ l², ചേഞ്ച് വെലോസിറ്റി ആയതുകൊണ്ട് തന്നെ l⁻⁻1. സോ മാസിൻ്റെ കേസിൽ ന്യൂമറേറ്ററിലുള്ളത് 1ഉം ഡിനോമിനേറ്ററിൽ 0 ആയതുകൊണ്ട് തന്നെ m⁻1 തന്നെയാണ്. ലെങ്ത് വരുമ്പോൾ ന്യൂമറേറ്ററിൽ l⁻1 ഉണ്ട്, ദെൻ l⁻1 സെക്കൻഡ് ടൈമിൽ l ഉണ്ട്, അപ്പോൾ l⁻2 ആയി. ഡിനോമിനേറ്ററിൽ l⁻2ഉം l⁻1 ആണുള്ളത്, ഡിനോമിനേറ്ററിൽ l⁻3 ആണുള്ളത്. ന്യൂമറേറ്ററിൽ l⁻2ഉം ഡിനോമിനേറ്ററിൽ l⁻3 ആയതുകൊണ്ട് തന്നെ l⁻1 ആണ് കിട്ടും. 2 - 3 -1. ടൈമിൽ വരുമ്പോൾ ന്യൂമറേറ്ററിൽ t⁻2 ആണുള്ളത്, ഡിനോമിനേറ്ററിൽ t⁻1 ആണുള്ളത്. അപ്പോൾ -2 - -1 -2 + 1 -2 + 1 എന്ന് പറയുന്നത് -1 ആണ്. സോ m⁻1 l⁻1 t⁻1 കിലോഗ്രാം പെർ മീറ്റർ സെക്കൻഡ് ആണ് യൂണിറ്റ്, അല്ലെങ്കിൽ kg m⁻1 s⁻1 ആണ് സിമ്പിൾ. പക്ഷേ കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റിയുടെ കേസിൽ നമ്മൾ ഈ ഒരു യൂണിറ്റിനെ കിലോഗ്രാം പെർ മീറ്റർ സെക്കൻഡ് എന്ന് പറയുന്ന യൂണിറ്റിനെ പോയ്സ് എന്നാണ് റെപ്രസെൻ്റ് ചെയ്യാറുള്ളത്. POISE എന്നാണ്, പോയ്സ് എന്നാണ് റെപ്രസെൻ്റ് ചെയ്യാറുള്ളത്. കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് അതാണ്. നോ സ്ട്രെസ് ഓർ പ്രഷർ. സ്ട്രെസ്സിന് ഓർ പ്രഷർ എന്ന് എഴുതിയപ്പോൾ സ്ട്രെസ്സിൻ്റെ മറ്റൊരു നെയിം അല്ല പ്രഷർ എന്ന് പറയുന്നത്. സ്ട്രെസ്സിനും പ്രഷറിനും ഒരേ ഡയമെൻഷൻ ഫോമിൽ ആയതുകൊണ്ട് തന്നെയാണ് സ്ട്രെസ് ഓർ പ്രഷർ എന്ന് എഴുതിയത്. സ്ട്രെസ്സിന് കിട്ടുന്ന അതേ ഡയമെൻഷൻ ഫോമിൽ തന്നെയാണ്, അല്ലാതെ ഇക്വേഷൻ തന്നെയാണ് പ്രഷറിൻ്റെ കേസിലുള്ളത്. സോ സ്ട്രെസ് ഇസ് ഗിവൺ ബൈ ഫോഴ്സ് ബൈ ഏരിയ, പ്രഷർ ഈസ് ആൾസോ ഗിവൺ ബൈ ഫോഴ്സ് ബൈ ഏരിയ. അതുകൊണ്ടാണ് കോമൺ ആയിട്ട് ഒരുമിച്ച് എഴുതിയുള്ളത്. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ ഫോർമുല m⁻1 l⁻1 t⁻2 ഡിവൈഡഡ് ബൈ ഏരിയ l² ആണ്.
ന്യൂമറേറ്ററിലെ ഡയമെൻഷൻസും ഡിനോമിനേറ്റർ ഡയമെൻഷൻസും കറസ്പോണ്ട് ഡയമെൻഷൻസും മൈനസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുക m⁻1 l⁻⁻⁻1 t⁻⁻2 എന്ന് കിട്ടുക. കിലോഗ്രാം പെർ മീറ്റർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടുക. കിലോഗ്രാം പെർ മീറ്റർ സെക്കൻഡ് സ്ക്വയർ ഈസ് ഓൾസോ ഗിവൺ ആസ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. കാരണം ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണല്ലോ. അപ്പോൾ ന്യൂട്ടൺ ഡിവൈഡഡ് ബൈ മീറ്റർ സ്ക്വയർ ആണ്. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഓർ n⁻². ദെൻ സ്ട്രെയിൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ കോൺഫിഗറേഷൻ ഡിവൈഡഡ് ബൈ ഒറിജിനൽ കോൺഫിഗറേഷൻ. ഇവിടെ കോൺഫിഗറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ക്വാണ്ടിറ്റി, ഇപ്പോൾ ലെങ്ത് ആണ് എടുക്കുന്നതെങ്കിൽ ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. വോളിയം ആണെങ്കിൽ ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡഡ് ബൈ ഒറിജിനൽ വോളിയം എന്നുള്ളതാണ്. അപ്പോൾ മുകളിൽ എടുക്കുന്ന ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ താഴെ അതേ ക്വാണ്ടിറ്റി തന്നെ. അപ്പോൾ മുകളിൽ എടുക്കുന്ന ക്വാണ്ടിറ്റി ചേഞ്ച് ആണ്, താഴത്തെ എടുക്കുന്ന ക്വാണ്ടിറ്റിയിൽ അതിൻ്റെ ഒറിജിനൽ വാല്യൂ ആണ്. ഇവിടെ ചേഞ്ച് ആണോ ഒറിജിനൽ വാല്യൂ ആണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. അത് രണ്ട് ക്വാണ്ടിറ്റി സെയിം ആണുള്ളതാണ്. ന്യൂമറേറ്ററിലുള്ളയും ഡിനോമിനേറ്ററിലെയും ക്വാണ്ടിറ്റി സെയിം ആണ്. ചേഞ്ച് ലെങ്ത് ആണെങ്കിൽ താഴത്തെ ഒറിജിനൽ ലെങ്ത് ആണ്, ചേഞ്ച് വോളിയം ആണെങ്കിൽ ഡിനോമിനേറ്ററിൽ ഒറിജിനൽ വോളിയം ആണ്. അപ്പോൾ രണ്ട് ക്വാണ്ടിറ്റി ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററും ഒരേ ക്വാണ്ടിറ്റി തന്നെ വരുന്നതുകൊണ്ട് ഡയമെൻഷൻ ഫോർമുല രണ്ടിൻ്റെ കേസിലും സെയിം ആണ്. സോ വി ക്യാൻ റൈറ്റ് ആസ് m⁻x l⁻y t⁻z ഡിവൈഡഡ് ബൈ m⁻x l⁻y t⁻z. ഇവിടെ m⁻x എന്ന് എഴുതാനുള്ള കാരണം എക്സിൻ്റെ വാല്യൂ ഇപ്പോൾ ന്യൂമറേറ്റർ എടുക്കുന്ന ക്വാണ്ടിറ്റി എന്തായിക്കോട്ടെ, അതിൻ്റെ ഡയമെൻഷൻസ് എന്തായിക്കോട്ടെ, അപ്പോൾ കോമൺ ആയിട്ടാണ് നമ്മൾ എക്സും വൈയും ഇസഡും എടുത്തത്. മുകളിൽ എടുക്കുന്ന അതേ ഡയമെൻഷൻ ഫോർമുല തന്നെയാണ് താഴത്തും വരിക. കാരണം ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററും ഒരേ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ. സോ ഡിവിഷൻ ആയതുകൊണ്ട് തന്നെ x - x 0 ആണ്, y - y 0 ആണ്, z - z 0 ആണ്. സോ വി ഗെറ്റ് m⁻0 l⁻0 t⁻0. അപ്പോൾ സ്ട്രെയിൻ എന്ന് പറയുന്ന ക്വാണ്ടിറ്റിക്ക് ഡയമെൻഷൻ ഫോർമുല m⁻0 l⁻0 t⁻0 എന്ന് പറയുമ്പോൾ വിച്ച് മീൻസ് എല്ലാ ടേമിലും എല്ലാ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെയും ഡയമെൻഷൻ 0 ആയിട്ടാണ് വരുന്നത്. സോ സ്ട്രെയിൻ ഹാസ് നോ ഡയമെൻഷൻസ്. സ്ട്രെയിന് ഡയമെൻഷൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിന് യൂണിറ്റും ഇല്ല. സ്ട്രെയിൻ ഹാസ് നോ യൂണിറ്റ്. സോ strain is a quantity which has no dimensions and no units. Next one is modulus of elasticity. And equation stress by strain ആണ്. സ്ട്രെസ്സിൻ്റെ ഡയമെൻഷൻ ഫോർമുല m⁻1 l⁻−1 t⁻−2 ആണ്. സ്ട്രെയിനിന് ഡയമെൻഷൻസ് ഇല്ല. സോ m⁻0 l⁻0 t⁻0 ആണ്. സോ സ്ട്രെസ്സിൻ്റെ അതേ ഡയമെൻഷൻ ഫോർമുല തന്നെയാണ് നമുക്ക് മോഡുലസ് ഇലാസ്റ്റിറ്റി കിട്ടുക. m⁻1 l⁻−1 t⁻2 കിലോഗ്രാം പെർ മീറ്റർ സെക്കൻഡ് സ്ക്വയർ ഓർ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. n⁻2 നമുക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. ദെൻ ടോർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ ഫോഴ്സ് ഇൻറ്റു ലെങ്ത് ആണ് വരുന്നത് അല്ലേ. m⁻1 l⁻1 t⁻2 ഇൻറ്റു m⁻0 l⁻1 t⁻0. മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ കറസ്പോണ്ട് ഡയമെൻഷൻസ് ആഡ് ചെയ്യാം. മാസിൻ്റെ കേസിൽ 1 + 0 1, ലെങ്ത് ആകുമ്പോൾ 1 + 1 2, ടൈം ആകുമ്പോൾ -2 + 0 -2. m⁻1 l⁻2 t⁻2 കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ ഓർ ന്യൂട്ടൺ മീറ്റർ. ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്ന യൂണിറ്റിന് നമുക്ക് ജൂൾ എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. സോ കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്ന യൂണിറ്റ് എനർജിയുടെ അതേ യൂണിറ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കതിനെ ജൂൾ എന്ന് റെപ്രസെൻ്റ് ചെയ്യാം, ജെ എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ന്യൂട്ടൺ മീറ്റർ എന്ന് റെപ്രസെൻ്റ് ചെയ്യാം, അല്ലെങ്കിൽ ജൂൾ എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. നെക്സ്റ്റ് വൺ ഈസ് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ. മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ എന്നാണ്. സോ മാസിൻ്റെ ഡയമെൻഷൻ ഫോർമുല m⁻1 l⁻0 t⁻0 ഇൻറ്റു ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ, ലെങ്ത്തിൻ്റെ സ്ക്വയർ വരും. ഇപ്പോൾ l² എന്നാണ് വരുന്നത്. അപ്പോൾ ലെങ്ത്തിൻ്റെ കേസിൽ ഇവിടെ 2 ആണ് സെക്കൻഡ് ടേമിലുള്ളത്. മാസിൻ്റെ കേസിൽ 1ഉം ടൈമിൻ്റെ കേസിൽ 0 ആണ്. അപ്പോൾ m⁻1 l⁻2 t⁻0. യൂണിറ്റ് ഈസ് കിലോഗ്രാം മീറ്റർ സ്ക്വയർ, kg m⁻2 എന്നാണ് സിമ്പൽ. നെക്സ്റ്റ് വൺ ഈസ് സർഫസ് ടെൻഷൻ. സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ലെങ്ത് ആണ്. ഇപ്പോൾ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ലെങ്ത് ആയതുകൊണ്ട് തന്നെ m⁻1 l⁻1 t⁻2 ഡിവൈഡഡ് ബൈ l⁻1. മാസിൻ്റെ കേസിൽ 1 - 0 1 ആണ്. ലെങ്ത് വരുമ്പോൾ 1 - 1 വരുന്നു, 0 വരുന്നു. ടൈം വരുമ്പോൾ -2 - 0 -2 ആണ്. സോ m⁻1 l⁻0 t⁻2 കിലോഗ്രാം പെർ സെക്കൻഡ് സ്ക്വയർ ആണ്, kg s⁻2. ഫോഴ്സ് ബൈ ലെങ്ത് ആയതുകൊണ്ടാണ് ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് പറയുന്നത് n⁻1. നേരത്തെ നമ്മൾ ഫോഴ്സ് കോൺസ്റ്റന്റ് പറഞ്ഞു അല്ലേ. ഫോഴ്സ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞു. ഫോഴ്സ് ബൈ എക്സ്റ്റൻഷൻ കിട്ടിയിട്ടുള്ള അതേ യൂണിറ്റ് തന്നെയാണ് ഇവിടെയും കിട്ടിയിട്ടുള്ളത്, n⁻1. നെക്സ്റ്റ് വൺ ഈസ് സർഫസ് എനർജി. സർഫസ് എനർജി ഈസ് ഡിഫൈൻഡ് ആസ് വർക്ക് ബൈ ഇൻക്രീസ് ഇൻ ഏരിയ. ഇൻക്രീസ് ഇൻ ഏരിയ എന്ന് പറയുമ്പോൾ ഏരിയയിലുള്ള ചേഞ്ച് ആണ്. സോ വർക്കിൻ്റെ ഡയമെൻഷൻ ഫോർമുല m⁻1 l⁻2 t⁻2 ഡിവൈഡഡ് ബൈ l⁻2. m⁻1 താഴത്ത് m⁻0 ആണ്, ഡിനോമിനേറ്ററിൽ m⁻0 ആയതുകൊണ്ട് തന്നെ 1 - 0 1. ലെങ്ത്തിൻ്റെ കേസ് വരുമ്പോൾ 2 - 2 0. ടൈം ആണെങ്കിൽ -2 - 0
-2. സോ m⁻⁴ L⁻⁴ T⁻² ആണ് സർഫസ് എനർജിയുടെ ഡയമെൻഷൻ ഫോർമുല. ഇവിടെ സർഫസ് എനർജി എന്നാണ് വേർഡ് എന്നുണ്ടെങ്കിൽ കൂടി ഡയമെൻഷൻ ഫോർമുല എനർജിയുടെ അല്ല നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അല്ലേ. ഡയമെൻഷൻ ഫോർമുല എനർജിയുടെ അല്ല, കാരണം വർക്ക് ബൈ ഏരിയ ആണല്ലോ. വർക്കിന് ഡയമെൻഷൻ ഫോർമുല എനർജിയുടേതായിരുന്നു. സോ വർക്ക് ഡിവൈഡഡ് ബൈ ഏരിയ വന്നുകൊണ്ട് തന്നെ അത് എനർജിയുടെ ഡയമെൻഷൻ ഫോർമുല അല്ല. പേരിൽ എനർജി ഉണ്ട്, പക്ഷേ ഡയമെൻഷൻ ഫോർമുല എനർജിയുടേതല്ല. യൂണിറ്റ് നമുക്ക് കിട്ടുക kg/s² ആണ്, kg⁻². അതിൻ്റെ യൂണിറ്റ് വരുന്നത് കോമൺ ആയിട്ട് Nm/m ആണ്, അല്ലെങ്കിൽ Nm⁻⁻1 എഴുതാം. പ്ലെയിൻ ആംഗിൾ. പ്ലെയിൻ ആംഗിളിൻ്റെ ഡെഫിനേഷൻ എന്താണ്? ആർക്ക് ബൈ റേഡിയസ് ആണ്. ആർക്ക് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്, റേഡിയസ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് തന്നെയാണ്. സോ m⁻⁴ L⁻⁴ T⁻⁴ ഡിവൈഡഡ് ബൈ m⁻⁴ L⁻⁴ T⁻⁴. സോ ഡയമെൻഷൻ ഫോർമുലയിൽ വരുമ്പോൾ m⁻⁴ L⁻⁴ T⁻⁴ ആണ്. മാസിൻ്റെ കേസിലും ലെങ്ത്തിൻ്റെ കേസിലും ടൈമിൻ്റെ കേസിലും ഡയമെൻഷൻ 0 ആണ്. പക്ഷേ ഇവിടെ പ്ലെയിൻ ആംഗിളിന് പ്രത്യേകത ഉണ്ട്. പ്ലെയിൻ ആംഗിളിൻ്റെ ഡയമെൻഷൻ ഫോർമുലയിൽ എല്ലാ ടേമിനും കറസ്പോണ്ടിങ് ഡയമെൻഷൻ 0 ആണെങ്കിൽ കൂടി അതിന് യൂണിറ്റ് ഉണ്ട്. നേരത്തെ നമ്മൾ സ്ട്രെയിൻ്റെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ട്രെയിന് ഡയമെൻഷൻസ് ഇല്ല, പക്ഷേ അതിന് യൂണിറ്റ് ഇല്ല. ഇവിടെ പ്ലെയിൻ ആംഗിളിന് ഡയമെൻഷൻസ് ഇല്ല, പക്ഷേ യൂണിറ്റ് ഉണ്ട്. റേഡിയൻ എന്ന് പറഞ്ഞ യൂണിറ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ പ്ലെയിൻ ആംഗിൾ ഈസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി വിച്ച് ഹാസ് നോ ഡയമെൻഷൻസ് ബട്ട് ഹാസ് യൂണിറ്റ്. ഡയമെൻഷൻസ് ഇല്ലാത്ത എന്നാൽ യൂണിറ്റ് ഉള്ള ഒരു ക്വാണ്ടിറ്റിയാണ് പ്ലെയിൻ ആംഗിൾ. അതുപോലെ തന്നെയാണ് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്. ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ റൊട്ടേഷൻ മോഷനിൽ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുന്നത് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ആയിട്ടാണ്. ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ആംഗിൾ തന്നെയാണ്. അപ്പോൾ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ആംഗിൾ ആയതുകൊണ്ട് തന്നെ പ്ലെയിൻ ആംഗിളിൻ്റെ അതേ ഡയമെൻഷൻ ഫോമിലാണ് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റിന് വരിക, m⁻⁴ L⁻⁴ T⁻⁴. പക്ഷേ ഇവിടെയും യൂണിറ്റ് ഉണ്ട്, റേഡിയൻ എന്ന് പറയുന്ന യൂണിറ്റ് ഉണ്ട്. അപ്പോൾ പ്ലെയിൻ ആംഗിളിനും ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റിനും ഡയമെൻഷൻസ് ഇല്ലെങ്കിൽ കൂടി യൂണിറ്റ് റേഡിയൻ ആണ്. ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്ന് പറയുന്നത് ടൈം പീരീഡിൻ്റെ റെസിപ്രോക്കലാണ്, 1/t ആണ്. ടി എന്ന് പറയുന്നത് ടൈം ആണല്ലോ. സോ 1/T⁻⁴. T⁻⁴ എന്ന് പറയുമ്പോൾ അത് ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോൾ T⁻⁻1 ആവും. സോ m⁻⁴ L⁻⁴ T⁻⁻1. യൂണിറ്റ് ഈസ് പെർ സെക്കൻഡ്. പെർ സെക്കൻഡ് മാത്രമേ പറയുള്ളൂ, കാരണം 1/സെക്കൻഡ് ആണല്ലോ പെർ സെക്കൻഡ്. s⁻⁻1. പക്ഷേ കോമൺ ആയിട്ട് പറയാറുള്ള ഹേർട്സ് എന്നാണ്. ഹേർട്സ് എന്ന് പറയുന്നത് സയൻറ്റിസ്റ്റിൻ്റെ പേരാണ്. അപ്പോൾ ക്യാപിറ്റൽ H മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ. പക്ഷേ ക്യാപിറ്റൽ H മാത്രം വരുന്ന മറ്റൊരു യൂണിറ്റ് ഉണ്ട്, ഹെൻറി എന്ന് പറയുന്ന യൂണിറ്റ് ക്യാപിറ്റൽ H കൊടുക്കാറുണ്ട്. അപ്പോൾ മറ്റൊരു യൂണിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ Hന് പകരം Hൻ്റെ കൂടെ ഇസഡും കൂടി എഴുതിയിട്ട് HZ എന്നാണ് എഴുതുക. അപ്പോൾ ക്യാപിറ്റൽ Hഉം സ്മോൾ ഇസഡും HZ എന്നാണ് ഹേർട്സ് എന്ന് പറയുന്ന യൂണിറ്റ് റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ക്യാപിറ്റൽ H അല്ല, ക്യാപിറ്റൽ H എന്ന് എഴുതി കഴിഞ്ഞാൽ അത് മറ്റൊരു യൂണിറ്റ് ആണ്. ഇവിടെ HZ ആണ് ഹേർട്സ്. പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിൻ്റെ ഇക്വേഷൻ എനർജി ഓഫ് ഫോട്ടോൺ ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി ആണ്. എനർജി ഓഫ് ഫോട്ടോൺ അപ്പോൾ എനർജിയാണ് ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി. m⁻⁴ L⁻⁴ T⁻⁻2 ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി. ഫ്രീക്വൻസി ഡയമെൻഷൻ ഫോർമുല T⁻⁻1 ആണല്ലോ. സോ T⁻⁻1. കറസ്പോണ്ടിങ് ഡയമെൻഷൻസ് നോക്കുകയാണെങ്കിൽ മാസിൻ്റെ കേസിൽ 1 ആണ്, ലെങ്ത് വരുമ്പോൾ 2 ആണ്. ടൈമിൻ്റെ കേസിൽ -2 -1. സോ -2 + 1. -2 പ്ലസ് എന്ന് പറയുന്നത് -1 ആണ്. m⁻⁴ L⁻⁴ T⁻⁻1 ആണ്. സോ യൂണിറ്റ് ഈസ് kg/m²/s. kg/m²/s എന്ന് പറയുന്ന യൂണിറ്റ് നമുക്ക് ജൂൾ സെക്കൻഡ് എന്ന് എഴുതാം. ജൂൾ സെക്കൻഡ് അല്ലേ. നെക്സ്റ്റ് ക്വാണ്ടിറ്റി ഈസ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഡിവൈഡഡ് ബൈ നോർമൽ റിയാക്ഷൻ. ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ നോർമൽ റിയാക്ഷൻ. നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നതും റിയാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതും ഫോഴ്സ് തന്നെയാണ്. സോ നോർമൽ റിയാക്ഷനും ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഫോഴ്സ് എന്ന് വരിക. m⁻⁴ L⁻⁴ T⁻⁻2 ഡിവൈഡഡ് ബൈ m⁻⁴ L⁻⁴ T⁻⁻2. സോ ഡയമെൻഷൻ ഫോമിൽ വരുന്നത് m⁻⁴ L⁻⁴ T⁻⁴ ആണ്. ഡയമെൻഷൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിന് യൂണിറ്റ് ഇല്ല. സോ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഹാസ് നോ ഡയമെൻഷൻസ് ആൻഡ് നോ യൂണിറ്റ്സ്. നെക്സ്റ്റ് വൺ ഈസ് escape velocity. Escape velocity is given by √2 gm/r, where g is the universal gravitational constant, m is the mass of earth and r is the radius of earth. അപ്പോൾ m എന്ന് പറയുന്നത് മാസ് ആണ്, r എന്ന് പറയുന്നത് റേഡിയസ് ആണ്, അതായത് ലെങ്ത് ആണ്. g എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. 2 എന്ന് പറയുന്നത് നമ്പർ ആണ്, അതിന് ഡയമെൻഷൻസ് ഇല്ല. സോ m⁻⁴ L⁻⁴ T⁻⁴ ആണ് 2 റെപ്രസെന്റ് ചെയ്യുന്നത്. ജിയുടെ ഡയമെൻഷൻ ഫോർമുല എഴുതിയതാണ് m⁻⁻1 L⁻⁴ T⁻⁻2. മാസ് ആയതുകൊണ്ട് തന്നെ m⁻1 ഡിവൈഡഡ് ബൈ റേഡിയസ് ആകുമ്പോൾ ലെങ്ത് ആയതുകൊണ്ട് തന്നെ L⁻1. ഇതൊക്കെ റൂട്ടിനുള്ളിലാണ്. റൂട്ടിനുള്ളിൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ raised⁴ എന്നാണ് എഴുതുക. സ്ക്വയർ വരുമ്പോൾ raised⁴ എഴുതുന്ന പോലെ ഇവിടെ റൂട്ട് വരുമ്പോൾ raised⁴ എന്നാണ് എഴുതുക. അത് ക്യൂബ് റൂട്ട് ആയിരുന്നെങ്കിൽ raised⁴ എന്നാണ് എഴുതുക. സോ ഫൈനൽ ആയിട്ട് കിട്ടുന്ന ഡിവൈഡ് ചെയ്തതിന് ശേഷം കിട്ടുന്ന ആ ഒരു ഡയമെൻഷൻസിനൊക്കെ എന്ത് ചെയ്യണം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെയാകുമ്പോൾ ന്യൂമറേറ്ററിൽ മാസ് -1 0 1 ആണ്. ആദ്യത്തെ ടേമിൽ 0 ആണ്, രണ്ടാമത്തെ ടേമിൽ -1 ആണ്, മൂന്നാമത്തെ ടേമിൽ 1 ആണ്. സോ -1 + 1 0 കിട്ടുന്നു. 0 × 1/2 0 തന്നെയാണല്ലോ. ലെങ്ത് ആകുമ്പോൾ
0 + 3. 0 + 3 എന്ന് പറയുന്നത് 3 ആണ്. താഴെ ഡിനോമിനേറ്ററിൽ 1 ഉണ്ട്. അപ്പോൾ 3 - 1 2 ആണ്. 2 ആകുമ്പോൾ ലെങ്ത്തിൻ്റെ കേസിൽ L-2 എന്ന് വരുന്നു. L-2 × 1/2. അപ്പോൾ L-1. സോ M-0 L-1 എന്നായി. ടൈം വരുമ്പോൾ ടൈമിൻ്റെ കേസിൽ ആദ്യത്തെ ടൈമിൽ 0, രണ്ടാമത്തെ ടൈമിൽ -2, മൂന്നാമത്തെ ടൈമും ഡിനോമിനേറ്ററിലും ടൈം ഇല്ല. സോ -2 × 1/2 -1. So the final dimension formula is m⁻⁴ L-1 t⁻⁻1. So the unit is meter per second. Meter per second അല്ലെങ്കിൽ ms⁻⁻1. അപ്പോൾ എസ്കേപ്പ് വെലോസിറ്റി ആയതുകൊണ്ട് തന്നെ വെലോസിറ്റിയുടെ ടൈം വന്നതുകൊണ്ട് തന്നെ അവിടെ വെലോസിറ്റിയുടെ അതേ ഡയമെൻഷൻ ഫോമിലാണ്, അതേ യൂണിറ്റിനാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം സർഫസ് എനർജിയുടെ കേസിൽ എനർജി വന്നുകൊണ്ട് തന്നെ എനർജിയുടെ യൂണിറ്റ് ആയിരുന്നില്ല, എനർജി ഡയമെൻഷൻ ഫോമിലായിരുന്നില്ല. പക്ഷേ ഇവിടെ എസ്കേപ്പ് വെലോസിറ്റി വന്നുകൊണ്ട് വെലോസിറ്റിയുടെ അതേ ഡയമെൻഷൻ ഫോമിലാണ്, അതേ യൂണിറ്റാണ്. നെക്സ്റ്റ് വൺ ഇസ് ഓർബിറ്റൽ വെലോസിറ്റി. അവിടെയും വെലോസിറ്റിയുടെ ടൈമാണ് വരുന്നത്. ഇക്വേഷനിൽ √gm/r ആണ്, 2 ഇല്ല. അപ്പോൾ 2 ഇല്ലാത്തതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ല, കാരണം 2 ഡയമെൻഷൻലെസ് ആണല്ലോ, ഡയമെൻഷൻസ് ഇല്ലല്ലോ. അപ്പോൾ അതേ വാല്യൂനെ കിട്ടുക m⁻⁴ L-1 t⁻⁻1. So dimension formula is the same and unit is the same. അപ്പോൾ എസ്കേപ്പ് വെലോസിറ്റിക്കും ഓർബിറ്റൽ വെലോസിറ്റിക്കും ഒരേ ഡയമെൻഷൻ ഫോമുലയാണ്, ഒരേ യൂണിറ്റ് ആണ്. രണ്ട് ഡിഫൈൻ ചെയ്യുന്നത് വേറെ വേറെ രീതിയിലാണ്. നെക്സ്റ്റ് വൺ ഇസ് ആംഗുലർ വെലോസിറ്റി. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ആംഗുലർ വെലോസിറ്റിയുടെ ടേം വന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഡയമെൻഷൻ ഫോമുലയും യൂണിറ്റും ഓർബിറ്റൽ വെലോസിറ്റിയുടെയോ എസ്കേപ്പ് വെലോസിറ്റിയുടെയോ അല്ലെങ്കിൽ സാധാരണ പറഞ്ഞ വെലോസിറ്റിയുടെയോ അല്ല. ആംഗുലർ വെലോസിറ്റിയുടെ ഡയമെൻഷൻ ഫോമിൽ വേറെയാണ്, അതിൻ്റെ യൂണിറ്റ് വേറെയാണ്. റൊട്ടേഷണൽ മോഷൻ അനുഭവപ്പെടുന്ന വെലോസിറ്റിയാണ് ആംഗുലർ വെലോസിറ്റി. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം. ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ആംഗിളാണ്, പ്ലെയിൻ ആംഗിൾ പോലെ തന്നെയുള്ള ആംഗിളാണ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഉദ്ദേശിക്കുന്നത്. സോ അതിൻ്റെ ഡയമെൻഷൻ ഫോമുല വരുന്നത് m⁻⁴ L-0 t⁻⁻0 ആണ്, ഡിവൈഡഡ് ബൈ ടൈം. സോ ഡയമെൻഷൻ ഫോമുല ഓഫ് ആംഗുലർ വെലോസിറ്റി ഈസ് m⁻⁴ L-0 t⁻⁻1. t⁻⁻1 എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ നേരത്തെ ഫ്രീക്വൻസിയുടെ കേസിൽ എഴുതിയ പോലെയാണെങ്കിൽ പെർ സെക്കൻഡ് എന്നാണ് എഴുതേണ്ടത് അല്ലേ. പക്ഷേ പെർ സെക്കൻഡ് മാത്രം എഴുതിയാൽ പോരെ. ഇവിടെ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് ഉണ്ട്, റേഡിയൻ എന്ന് പറയുന്ന യൂണിറ്റ് ഉണ്ട്. റേഡിയൻ പെർ സെക്കൻഡ് എന്നാണ് ആംഗുലർ വെലോസിറ്റിയുടെ യൂണിറ്റ് എഴുതുക. സിമ്പിൾ rad(s⁻⁻1) ആണ്. ഇതിൻ്റെ ഡയമെൻഷൻ ഫോമുല ഫ്രീക്വൻസിയുടെ അതേ ഡയമെൻഷൻ ഫോമുല ആണെങ്കിൽ കൂടി യൂണിറ്റ് വ്യത്യസ്തമാണെന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ഓർത്ത് വയ്ക്കുക. Next one is angular acceleration. നേരത്തെ ആംഗുലർ വെലോസിറ്റി പറഞ്ഞാൽ അതേപോലെ തന്നെ പറയാൻ പറ്റും. ഇവിടെ ആംഗുലർ ആക്സലറേഷൻ ആകുമ്പോൾ ആക്സലറേഷൻ്റെ അതേ ഡയമെൻഷൻ ഫോമിലല്ല വരിക. വാക്ക് ആക്സലറേഷൻ വന്നെങ്കിൽ കൂടി അത് റൊട്ടേഷൻ മോഷണൽ ആയതുകൊണ്ട് തന്നെ ഡയമെൻഷൻ ഫോമിൽ മാറ്റമുണ്ട്. ആംഗുലർ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ആണ്. സോ m⁻⁴ L-0 t⁻⁻1. ആംഗുലർ വെലോസിറ്റി ഡയമെൻഷൻ ഫോമിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് m⁻⁴ L-0 t⁻⁻1 ആണ്. വെലോസിറ്റി ഡയമെൻഷൻ ഫോമിലല്ല നമ്മൾ എഴുതിയത് അല്ലേ, ഡിവൈഡഡ് ബൈ ടൈം. സോ t⁻⁻2 വരിക. m⁻⁴ L-0 t⁻⁻2. പെർ സെക്കൻഡ് സ്ക്വയർ നല്ല യൂണിറ്റ് എഴുതേണ്ടത്. ആംഗുലർ വെലോസിറ്റിക്ക് യൂണിറ്റ് ഉണ്ട്, റേഡിയൻ പെർ സെക്കൻഡ് ആണ് ആംഗുലർ വെലോസിറ്റി യൂണിറ്റ്, ഡിവൈഡഡ് ബൈ ടൈം. അപ്പോൾ ഇവിടെ ഒരു സെക്കൻഡ് ഡിവൈഡഡ് ബൈ സെക്കൻഡ് കൂടി വരും. സോ റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ rad(s⁻²) ആണ് അതിൻ്റെ സിമ്പൽ. നൗ ആംഗുലർ മൊമെൻറ്റം. മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഇൻറ്റു ആംഗുലർ വെലോസിറ്റി. മൊമെൻറ്റ് ഓഫ് ഇനേഷ്യയുടെ ഡയമെൻഷൻ ഫോമുല m⁻⁴ L-2 t⁻⁻0 ആണ്. ആംഗുലർ വെലോസിറ്റിയുടെ ഡയമെൻഷൻ ഫോമുല m⁻⁴ L-0 t⁻⁻1 ആണ്. മാസിൻ്റെ ഡയമെൻഷൻസ് കറസ്പോണ്ടിങ് ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ 1 + 0 1 ആണ്. ലെങ്ത് വരുമ്പോൾ 2 + 0 2 ആണ്. ടൈം വരുമ്പോൾ 0 + -1 -1 ആണ്. സോ m⁻⁴ L-2 t⁻⁻1 ആണ് ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷൻ ഫോമുല. ഓർത്ത് വെക്കണം, നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ പറയുകയാണ്. ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷൻ ഫോമുല വരുമ്പോൾ മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷൻ ഫോമുല നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് മാസിൻ്റെ വെലോസിറ്റി m⁻⁴ L-1 t⁻⁻1 ആയിരുന്നു. പക്ഷേ ഇവിടെ m⁻⁴ L-2 t⁻⁻1 ആണ്. വ്യത്യാസമുണ്ട്. ആംഗുലർ മൊമെൻറ്റം എന്ന് വന്നുകൊണ്ട് തന്നെ അത് മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷൻ ഫോമിലല്ല, ഡയമെൻഷൻസ് അല്ല അതിനുള്ളത്. കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ് ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റ്. റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഹാഫ് ഇൻറ്റു മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഇൻറ്റു ആംഗുലർ വെലോസിറ്റിയുടെ സ്ക്വയർ ആണ്. കൈനറ്റിക് എനർജി ഇക്വേഷൻ ഹാഫ് mv² ആണല്ലോ. ഹാഫ് ഇൻറ്റു മാസ് ഇൻറ്റു വെലോസിറ്റിയുടെ സ്ക്വയർ. കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ വരുന്നത് ഹാഫ് ഇൻറ്റു മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഇൻറ്റു ആംഗുലർ വെലോസിറ്റിയുടെ സ്ക്വയർ ആണ്. ഹാഫിന് ഡയമെൻഷൻസ് ഇല്ല, m⁻⁴ L-0 t⁻⁻0 ആണ്. മൊമെൻറ്റ് ഓഫ് ഇനേഷ്യയുടെ ഡയമെൻഷൻ ഫോമുല m⁻⁴ L-2 t⁻�0 ആണ്. ആംഗുലർ വെലോസിറ്റിയുടെ സ്ക്വയർ ഉണ്ട്, അതുകൊണ്ട് തന്നെ m⁻⁴ L-0 t⁻⁻1 സ്ക്വയർ ആണ്. കറസ്പോണ്ടിങ് ടേംസ് ആഡ് ചെയ്യുകയാണെങ്കിൽ മാസിൻ്റെ കേസിൽ ആദ്യത്തെ ടേമിൽ 0, രണ്ടാമത്തെ ടേമിൽ 1, മൂന്നാമത്തെ ടേമിൽ 0. സോ m⁻⁴. ലെങ്ത്തിൻ്റെ കേസിൽ ആദ്യത്തെ ടേമിൽ 0, രണ്ടാമത്തെ ടേമിൽ 2, മൂന്നാമത്തെ ടേമിൽ 0. സോ L-2. ടൈം വരുമ്പോൾ ആദ്യത്തെ ടേമിൽ 0, രണ്ടാമത്തെ ടേമിൽ 0, മൂന്നാമത്തെ ടേമിൽ -1ൻ്റെ സ്ക്വയർ ഉണ്ടാണ് -2. സോ -2. m⁻⁴ L-2 t⁻⁻2 ആണ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയുടെ ഡയമെൻഷൻ ഫോമുല. കിലോഗ്രാം
മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ. അതുകൊണ്ട് തന്നെ നമുക്ക് ജൂൾ എന്ന് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. മോളാർ ഗ്യാസ് കോൺസ്റ്റൻറ്റ് പി വി ഇസിക്കൽ ടു NRT ഇക്വേഷനിൽ നമുക്ക് R എന്ന് പറയുന്നതാണ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. P എന്ന് പറയുന്നത് പ്രഷറാണ്, V എന്ന് പറയുന്നത് വോളിയാണ്, N എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ആണ്, T എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ടെമ്പറേച്ചറാണ്. നമുക്ക് വേണ്ടത് ആറിൻ്റെ ഡയമെൻഷൻ ഫോമിൽ ആയതുകൊണ്ട് തന്നെ മോളാർ ഗ്യാസ് കോൺസ്റ്റൻറ്റ് R ആയതുകൊണ്ട് തന്നെ R ഈസിക്കൽ ടു PV/NT എന്ന് എഴുതി. പ്രഷറിൻ്റെ ഡയമെൻഷൻ ഫോമുല m⁻⁴ L⁻⁻⁴ T⁻²2 ആണ്. വോളിയത്തിൻ്റെ ഡയമെൻഷൻ ഫോമുല m⁻⁴ L⁻3 T⁻0 ആണ്. എന്ന് പറയുന്നത് സ്മോൾ ട്രെയിൻ എന്ന് പറയുന്നത് നമ്പറാണ്, ഡയമെൻഷൻസ് ഇല്ല. T എന്ന് പറയുന്നത് ടെമ്പറേച്ചറാണ്, അതിൻ്റെ ഡയമെൻഷൻ ഫോമുല m⁻⁴ L⁻⁴ T⁻0 K⁻1. K റെപ്രസെൻ്റ് ചെയ്യുന്നത് കെൽവിനാണ്, അപ്പോൾ K⁻1. ഇവിടെ കറസ്പോണ്ടിങ് ടേംസ് ന്യൂമറേറ്ററിൽ ആഡ് ചെയ്യണം, ഡിനോമിനേറ്ററിൽ ആഡ് ചെയ്യണം, ദെൻ ഡിവിഷൻ ആയതുകൊണ്ട് തന്നെ സബ്ട്രാക്ട് ചെയ്യണം. സോ മാസിൻ്റെ കേസിൽ ന്യൂമറേറ്ററിൽ 1 + 0 1 ആണ്, ഡിനോമിനേറ്ററിൽ 0 ആണ്, സോ 1. ലെങ്ത് വരുമ്പോൾ -1 + 3 2 വന്നു ന്യൂമറേറ്ററിൽ, ഡിനോമിനേറ്ററിൽ 0 ആണ്, അപ്പോൾ ലെങ്ത്തിന് 2 ആണ് വരുന്നത്. ടൈമിൽ ന്യൂമറേറ്ററിൽ -2 + 0, ഡിനോമിനേറ്ററിൽ 0 ആണ്, -2 വന്നു. പിന്നെ ഡിനോമിനേറ്റർ മാത്രമുള്ള ടേം ഉണ്ട് K, അത് ന്യൂമറേറ്ററിലേക്ക് എഴുതുമ്പോൾ K⁻1. സോ m⁻⁴ L⁻2 T⁻2 K⁻1 ആണ് മോളാർ ഗ്യാസ് കോൺസ്റ്റൻറ്റിൻ്റെ ഡയമെൻഷൻ ഫോമുല. നമുക്കത് ജൂൾ പെർ കെൽവിൻ എഴുതാം. കാരണം ജൂൾ പെർ കെൽവിൻ എഴുതാനുള്ള കാരണം തൊട്ട് മുകളിൽ നമുക്ക് കിട്ടിയുള്ള ഡയമെൻഷൻ ഫോമുല റൊട്ടേഷൻ കൈനിക് എനർജി ഡയമെൻഷൻ ഫോമുല ശ്രദ്ധിച്ച് നോക്കൂ. m⁻⁴ L⁻2 T⁻2 ആണ്, നമ്മൾ ജൂൾ എന്നാണ് J എന്നാണ് എഴുതിയത്. ഇവിടെ അത് അതിൻ്റെ കൂടെ ഒരു K⁻1 കൂടി വന്നു, ഇവിടെ K⁻1 കൂടി വന്നുകൊണ്ട് നമുക്ക് ജൂൾ പെർ കെൽവിൻ എഴുതാം J K⁻1. നെക്സ്റ്റ് വൺ ഈസ് ബോൾട്ട്സ്മാൻ കോൺസ്റ്റൻറ്റ്. ബോൾട്ട്സ്മാൻ കോൺസ്റ്റൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഡയമെൻഷൻ ഫോമിലുള്ള കോൺസ്റ്റൻസ് ഉണ്ട്, ഡയമെൻഷൻ ഫോമിൽ ഇല്ലാത്ത കോൺസ്റ്റൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഡയമെൻഷൻ ഫോമിലുള്ള കോൺസ്റ്റൻറ്റുകൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റൻറ്റ് മനസ്സിലാക്കി, അതുപോലെ തന്നെ ഗ്യാസ് കോൺസ്റ്റൻറ്റ് മനസ്സിലാക്കി, അതുപോലെ തന്നെ മറ്റു കോൺസ്റ്റൻ്റ് ആണ് ബോൾട്ട്സ്മാൻ കോൺസ്റ്റൻറ്റ്. അതിൻ്റെ ഡെഫിനിഷൻ വരുന്നത് മോളാർ ഗ്യാസ് കോൺസ്റ്റൻറ്റ് പെർ അവഗാഡ്രോസ് നമ്പറാണ്, അല്ലെങ്കിൽ ഇക്വേഷനായിട്ട് നമുക്ക് മോളാർ ഗ്യാസ് കോൺസ്റ്റൻറ്റ് ഡിവൈഡഡ് ബൈ അവഗാഡ്രോസ് നമ്പർ. അവഗാഡ്രോസ് നമ്പർ എന്ന് പറയുന്നത് ഒരു നമ്പർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഡയമെൻഷൻ ഫോമിലില്ല. മോളാർ ഗ്യാസ് കോൺസ്റ്റൻറ്റ് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു, m⁻⁴ L⁻2 T⁻2 K⁻1 എന്നുള്ളത്. സോ ദ ഡയമെൻഷൻ ഫോമുല ഈസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് മോളാർ ഗ്യാസ് കോൺസ്റ്റൻറ്റ് m⁻⁴ L⁻2 T⁻2 K⁻1. യൂണിറ്റ് ജൂൾ പെർ കെൽവിൻ തന്നെ. നമുക്ക് കറണ്ട് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ് അല്ലേ, മറ്റു ക്വാണ്ടിറ്റിയായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. അതിൻ്റെ ഡയമെൻഷൻ ഫോമിൽ മെക്കാനിക്സിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാസിൽ എന്ത് ടൈമൊന്നും വരില്ല. ഇലക്ട്രോഡൈനാമിക്സിൽ ആവശ്യമായിട്ടുള്ള ആംബിയർ മാത്രമേ വരുന്നുള്ളൂ. സോ A⁻1 ആണ് വരുന്നത്, അതുകൊണ്ട് തന്നെ A എന്ന് മാത്രം എഴുതിയാൽ മതി. കാരണം ഡയമെൻഷൻ ഫോമിൽ A മാത്രമേ വരുന്നുള്ളൂ, അതിൻ്റെ സിമ്പിൾ A ആണ്, ആംബിയർ ആണ്. ചാർജ് എന്ന് പറയുന്നത് കറണ്ട് ഇൻറ്റു ടൈമാണ്. കാരണം ഡയമെൻഷൻ ഫോമിലായിട്ടുള്ള Aയും ടൈമിൻ്റെ ഡയമെൻഷൻ ഫോമിലായിട്ടുള്ള T⁻1 കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക m⁻⁴ L⁻⁴ T⁻1 A⁻1 എഴുതാം, അല്ലെങ്കിൽ ഏത് എഴുതിയാലും മതി. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് വരുന്നത് ആംബിയർ സെക്കൻഡ് എന്നാണ്. പക്ഷേ ആംബിയർ സെക്കൻഡ് നല്ല നമ്മൾ കോമൺ ആയിട്ട് പറയാറുള്ളത്. ചാർജിൻ്റെ യൂണിറ്റ് നമ്മൾ കുളം എന്നുള്ള യൂണിറ്റ് പറയാറുള്ളത്. കുളം എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റിൻ്റെ പേരിലാണ് ആ യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് ക്യാപിറ്റൽ ലെറ്റർ ആണ് C എഴുതാറുള്ളത്. യൂണിറ്റ് മൊത്തമായിട്ട് എഴുതുമ്പോൾ നമ്മൾ സ്മോൾ ലെറ്ററിലാണ് കുളം എന്ന് എഴുതുക. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വർക്ക് ഡൺ പെർ ചാർജ് ആണ്, വർക്ക് ബൈ ചാർജ് ആണ്. വർക്കിൻ്റെ ഡയമെൻഷൻ ഫോമുല m⁻⁴ L⁻2 T⁻2 ആണ്, ഡിവൈഡഡ് ബൈ ചാർജിൻ്റെ ഡയമെൻഷൻ ഫോമുല m⁻⁴ L⁻⁴ T⁻1 A⁻1. സോ ഫൈനൽ ഡയമെൻഷൻ ഫോമുല ഈസ് m⁻⁴ L⁻2 T⁻2 കാരണം ടൈമിൻ്റെ കേസിൽ -2 -1 എന്ന് വരും അല്ലേ. അപ്പോൾ -3 A എന്ന് പറയുന്നത് മുകളിലേക്ക് ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോൾ A⁻−1 കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ ആംബിയർ സെക്കൻഡ് ക്യൂബ് എന്നാണ് യൂണിറ്റ് വരിക. പക്ഷെ നമ്മളത് കോമൺ ആയിട്ട് വോൾട്ട് എന്ന് പറയുന്ന യൂണിറ്റ് എടുക്കുക, VOLT വോൾട്ട് എന്നുള്ള പേരിൽ സയൻറ്റിസ്റ്റിൻ്റെ പേരായതുകൊണ്ട് തന്നെ വോൾട്ട് എന്ന് പറയുന്നത് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ V ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, സ്മോൾ ലെറ്ററിലാണ് വോൾട്ട് എന്ന് എഴുതാറുള്ളത്. കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ ചാർജ് ബൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറയുമ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അതേ ഡയമെൻഷൻ ഫോമുല മതി. അവിടെ ചാർജിൻ്റെ ഡയമെൻഷൻ ഫോമുല m⁻⁴ L⁻⁴ T⁻1 A⁻1 ആണ്. പൊട്ടൻഷ്യൽ ഡയമെൻഷൻ ഫോമുല m⁻⁴ L⁻2 T⁻3 A⁻1 ആണ്. സോ മാസിന് കറസ്പോണ്ടിങ് ആയിട്ട് നോക്കുകയാണെങ്കിൽ 0 -1 -1 വന്നു, ലെങ്ത്തിന് 0 -2 ആണ്, ടൈമിന് 1 -3. സോ 1 -3 എന്ന് പറയുമ്പോൾ 1 + 3 4 ആണ്. ആംബിയറിൻ്റെ കേസിൽ A-1 അപ്പോൾ A⁻2 കിട്ടും. യൂണിറ്റ് കിട്ടുക ആംബിയർ സ്ക്വയർ (4) പെർ കിലോഗ്രാം മീറ്റർ സ്ക്വയർ എന്നാണ് യൂണിറ്റ് കിട്ടുക, അല്ലെങ്കിൽ kg⁻⁻1 m⁻⁻2 s⁴ A⁻2 എന്ന് കിട്ടുക. ഈ ഒരു റെപ്രസെൻറ്റേഷൻ നമ്മൾ കോമൺ ആയിട്ട് എഴുതാറുള്ളത് ഫാരഡ് എന്ന രീതിയിലാണ്. ഫാരഡ് എന്നുള്ള പേരും സയൻറ്റിസ്റ്റിൻ്റെ പേരായതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ലെറ്റർ F ആണ് ഉപയോഗിക്കുന്നത്.
യൂണിറ്റ് ആയിട്ട് എഴുതുമ്പോൾ സ്മോൾ ലെറ്ററിൽ വേണം ഫാരഡ് എന്ന് എഴുതാൻ. നെക്സ്റ്റ് വൺ ഈസ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ കറണ്ട് ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ഡയമെൻഷൻ ഫോമിൽ കിട്ടിയത് m⁻1 L/2 T⁻³ A⁻1 ആണ്. കറണ്ടിൻ്റെ ഡയമെൻഷൻ ഫോമിൽ ആംപിയർ മാത്രമേ ഉള്ളൂ, A⁻1 മാത്രമേ ഉള്ളൂ. സോ A⁻1 A⁻2 എന്ന് വരും. സോ m⁻1 L/2 T⁻³ A⁻2. യൂണിറ്റ് വരുന്നത് കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ ആംപിയർ സ്ക്വയർ സെക്കൻഡ് ക്യൂബ് എന്ന് വരിക. അതായത് kg m⁻2 S⁻³ A⁻2. ഇതിനെയും നമ്മൾ കോമൺ ആയിട്ട് എഴുതാറുള്ളത് ഓം എന്ന് പറയുന്ന യൂണിറ്റ് വെച്ചിട്ടാണ്. ഇവിടെ ഓം എന്ന് പറയുന്ന യൂണിറ്റിന് റെപ്രസെൻറ്റേഷൻ ഗ്രീക്ക് ലെറ്ററായിട്ടുള്ള ഒമേഗ എന്നുള്ള ലെറ്ററാണ്. ക്യാപിറ്റൽ O കൊടുക്കാറില്ല. ഗ്രീക്ക് ലെറ്ററായിട്ടുള്ള ഒമേഗ എന്ന് പറയുന്ന ലെറ്ററാണ് ഇവിടെ ഓമിൻ്റെ റെപ്രസെൻറ്റേഷനായിട്ട് കൊടുക്കാറുള്ളത്. ഹീറ്റ് എനർജി കാണുന്ന ഇക്വേഷൻ H=I²RT ആണ്. ജൂൾസ് ലോ അനുസരിച്ചിട്ട് ഹീറ്റ് എനർജി കാണുന്ന ഇക്വേഷൻ ആണിത്, H=I²RT. For I is the current, R is the resistance, T is the time. So കറണ്ടിൻ്റെ സ്ക്വയർ m⁻0 L⁻0 T⁻0 A⁻1 സ്ക്വയർ, അപ്പോൾ A⁻2 വരും. റെസിസ്റ്റൻസ് m⁻1 L⁻2 T⁻³ A⁻2. ടൈം വരുമ്പോൾ m⁻0 L⁻0 T⁻1. ഇവിടെ മാസിൻ്റെ കേസിൽ ആഡ് ചെയ്യാനുള്ളത് 0ഉം 1ഉം 0 ആണ്. സോ 1 വന്നു m⁻1. ലെങ്ത് വരുമ്പോൾ 0ഉം 2ഉം 0 ആണ്. സോ ലെങ്ത്തിൻ്റെ കേസിൽ 2 വന്നു. ടൈമിൻ്റെ കേസിൽ 0ഉം -3ഉം അതുപോലെ തന്നെ 1 ആണ്. സോ -3 + 1 -2 കിട്ടി. കറണ്ടിൻ്റെ കേസിൽ A⁻2 ഉണ്ട്, A⁻2 ഉണ്ട്. 2 + -2 0 ആണ് കിട്ടുക. അപ്പോൾ കറണ്ടിൻ്റെ ടൈം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഹീറ്റ് എനർജിയുടെ ഡയമെൻഷൻ ഫോമിൽ വരുന്നത് m⁻1 L⁻2 T⁻2 എന്നുള്ളതാണ്. അത് എന്തിൻ്റെ ഡയമെൻഷൻ ഫോമിൽ തന്നെയാണ്? കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും അതേ ഡയമെൻഷൻ ഫോമിൽ തന്നെയാണ്. സോ യൂണിറ്റ് വരുന്നത് കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്, അല്ലെങ്കിൽ ജൂൾ തന്നെയാണ്. അപ്പോൾ ഹീറ്റ് എനർജി ആയിക്കോട്ടെ, കൈനറ്റിക് എനർജി ആയിക്കോട്ടെ, പൊട്ടൻഷ്യൽ എനർജി ആയിക്കോട്ടെ, എല്ലാത്തിനും ഒരേ യൂണിറ്റ് തന്നെയാണ്. ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ടൈമിൽ മാസ് ലെങ്ത് ടൈം ഒന്നും തന്നെ വരുന്നില്ല. കാൻഡില എന്ന് പറയുന്ന യൂണിറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്ന CD എന്ന് പറയുന്ന ലെറ്റർ മാത്രമേ വരുന്നുള്ളൂ. സോ അതിന് സിമ്പിൾ CD ആണ്. ഡയമെൻഷൻ ഫോമിൽ എഴുതുമ്പോൾ വിത്ത് സ്ക്വയർ ബായിട്ട് CD മാത്രം എഴുതിയാലും മതി. ദെൻ ഇൻറ്റൻസിറ്റി ഓഫ് ഇലുമിനേഷൻ എന്ന് പറയുന്നത് ലൂമിനസ് ഇൻറ്റൻസിറ്റി ബൈ ഡിസ്റ്റൻസ് സ്ക്വയർ ആണ്. ഡിസ്റ്റൻസ് സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് ലെങ്ത് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ലെങ്ത്തിൻ്റെ ലെങ്ത് എന്നുള്ള രീതിയിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏരിയ എന്ന് എടുക്കാം. അപ്പോൾ ഒരു സ്ക്വയർ ആയിട്ടാണ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ലെങ്ത്തിൻ്റെ ലെങ്ത് ഏരിയ എന്നുള്ള രീതിയിൽ വേണ്ടി പറയാം. ലൂമിനസ് ഇൻറ്റൻസിറ്റി ബൈ ഏരിയ എന്ന് വേണ്ടി പറയാം, അല്ലെങ്കിൽ ലൂമിനസ് ഇൻറ്റൻസിറ്റി ബൈ ഡിസ്റ്റൻസ് സ്ക്വയർ എന്ന് എഴുതാം. സോ ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ ഡയമെൻഷൻ ഫോർമുല CD ആണ്, ഡിവൈഡഡ് ബൈ ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ ഫോർമുല L ആണ്, L⁻1 × സ്ക്വയർ. അപ്പോൾ L⁻2 വന്നു. അപ്പോൾ CD L⁻2 -2 ആണ് ഡയമെൻഷൻ ഫോർമുല വരിക. m⁻0 L⁻2 T⁻0 CD. യൂണിറ്റ് വരിക കാൻഡില പെർ മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ m⁻2 CD എന്നുള്ളതാണ് അതിൻ്റെ സിമ്പൽ. ഇത്രയായിരുന്നു ഇന്ന് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മൾ 50ഓളം ഫിസിക്കൽ ക്വാണ്ടിറ്റിയും അതിൻ്റെ ഡയമെൻഷൻ ഫോർമുലയും അതിൻ്റെ സിമ്പലൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. വ്യക്തമായ പല ഫിസിക്കൽ ക്വാണ്ടിറ്റിക്കും ഒരേ ഡയമെൻഷൻ ഫോർമുല തന്നെയാണുള്ളത്, ഒരേ യൂണിറ്റ് തന്നെയാണുള്ളത്. എന്നിരുന്നാലും ചില ഒരേപോലത്തെ പേരുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് ചിലപ്പോൾ ഡയമെൻഷൻ ഫോർമുല സെയിം ആയിക്കൊള്ളണമെന്നില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ആംഗുലർ വെലോസിറ്റി ആണെങ്കിൽ കൂടി തന്നെ ഡയമെൻഷൻ ഫോർമുല സെയിം അല്ല. മറ്റു ചില ക്വാണ്ടിറ്റിക്ക് മനസ്സിലായിട്ടുണ്ട് ഡയമെൻഷൻ ഫോർമുല ഇല്ല, അതുകൊണ്ട് തന്നെ യൂണിറ്റ് ഇല്ല. പക്ഷേ ചില ക്വാണ്ടിറ്റീസിന് ഡയമെൻഷൻ ഫോർമുല ഇല്ലെങ്കിൽ കൂടി യൂണിറ്റ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ മനസ്സിലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് എഴുതി വയ്ക്കേണ്ടതാണ്. ഇതിനെ ക്ലാസിഫൈ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഡയമെൻഷൻ ഫോർമുല അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരേ ഡയമെൻഷൻ ഫോർമുല വരുന്ന ക്വാണ്ടിറ്റീസ് ഏതാണ്, കറസ്പോണ്ടിങ് യൂണിറ്റുകൾ ഏതാണ്, ദെൻ ഡയമെൻഷൻസ് ഇല്ലാത്ത ക്വാണ്ടിറ്റീസ് ഏതാണ്, ഡയമെൻഷൻ ഫോർമുല ഇല്ലെങ്കിൽ കൂടി യൂണിറ്റുള്ള ക്വാണ്ടിറ്റീസ് ഏതാണ്, ഒരേ പേര് വരുന്നെങ്കിൽ കൂടി വ്യത്യസ്തമായ യൂണിറ്റുള്ള ക്വാണ്ടിറ്റീസ് ഏതാണ്, ആ രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ നിങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു.